ഇത് കാമാഖ്യ ദേവി ടെമ്പിൾ. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലങ്ങളിലൊന്നാണ്. അതായത് 51 ശക്തിപീഠങ്ങളിൽ ഒരു ശക്തിപീഠം എന്നറിയാം. ശക്തിപീഠം എന്ന് പറഞ്ഞാൽ പാർവതി ദേവി അല്ലെങ്കിൽ സതീദേവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തെറിച്ച് വീണ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങൾ എന്നറിയുന്നത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ സതീദേവിയുടെ പിതാവാണ് ദക്ഷൻ. ദക്ഷൻ ഒരു യാഗം നടത്തും. ആ യാഗത്തിലേക്ക് പാർവതി ദേവിയെയും പരമശിവനെയും വിളിക്കൂല. കാരണം അവർ എന്തോ ഒരു തെറ്റിലാണുള്ളത്, അച്ഛനും മകളും തമ്മിൽ. പക്ഷേ സതീദേവി യാഗത്തിൽ പങ്കെടുക്കാനെത്തും. അവിടെ വെച്ച് അപമാനിതയാവും. പരമശിവനെ ഭർത്താവിനെ അപമാനിച്ച വേദനയിൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അഗ്നിയിലേക്ക് എടുത്ത് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യും. പരമശിവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സതി ഇല്ലെങ്കിൽ താനില്ല എന്ന അങ്ങനെയാണ് അവരുടെ പ്രണയം. അപ്പോൾ ഈ ബോഡി എടുത്തിട്ട് പരമശിവൻ എന്ത് ചെയ്യും, ഈ 14 ലോകവും ഈ ബോഡി ഉയർത്തിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിങ്ങനെ നടക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ടല്ലോ, സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതൊന്നും പാലിക്കാതെയാണ് ഇയാളിങ്ങനെ ഓടി നടക്കുന്നത്, ഈ ബോഡി പ്രണയത്തിൽ നഷ്ടപ്പെട്ടവനായിട്ട് ഓടുന്നത്. ആ സമയത്ത് മഹാവിഷ്ണുവിന് തോന്നി ഇങ്ങനെ നടന്നാൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രം വെച്ചിട്ട് ഈ സതീദേവിയുടെ ബോഡി 51 കഷ്ണങ്ങളാക്കി ചെതറിക്കും. അതായത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ ഭാഗങ്ങളും ഇന്ത്യയിലുള്ള ഓരോ സ്ഥലങ്ങളും ചെന്നാണ് വീണത്. അതിൽ യോനി ഭാഗം ചെന്ന് വീണ സ്ഥലമാണ് നമ്മുടെ കാമാഖ്യ, ഈ ഹിൽ ടോപ്പിൽ. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അവർ ഈ ഹിൽ ടോപ്പിൽ കാമാഖ്യ ദേവി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിൾ ഉണ്ടാക്കിയത്. ഇവിടെ സതീദേവിയുടെ യോനിയാണ് ഇവിടുത്തെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പരമശിവൻ്റെതാണെങ്കിൽ ലിംഗാണല്ലോ ആരാധിക്കുന്നത്, ഇവിടെ യോനിയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത് വെച്ചാൽ വർഷത്തിൽ 3 ദിവസം ദേവിക്ക് ഇവിടെ ആർത്തവം ഉണ്ടാവും. ആ സമയത്ത് അമ്പലം ക്ലോസ് ആക്കിയിടും. ആ സമയത്ത് നമ്മുടെ ബ്രഹ്മപുത്ര നദി ചുവന്ന് കളറിലാണ് ഒഴുകുക. അത് സതീദേവിയുടെ ആർത്തവരക്തം കലർന്നത് കൊണ്ടാണ് നദി ചുവന്ന് ഒഴുകുന്നതെന്നാണ് പറയപ്പെടുന്നത്. 3 ദിവസം ബ്ലഡ് നിറത്തിലാണ് ഈ നദി ഒഴുകുക. അത് റിയലാണ്, ഫാക്റ്റാണ്. പക്ഷെ അതെന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നവർ പറയുന്നത് ആർത്തവരക്തം കലർന്നിട്ടാണ് അങ്ങനെ ആവുന്നതെന്ന്. പക്ഷേ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ആ മലമുകളിലൊക്കെ ഈ മിനറൽസിൻ്റെയും അയണിൻ്റെയും അംശങ്ങൾ ധാരാളമായിട്ടുണ്ട്. അത് അലിഞ്ഞൊഴുകുന്ന സമയത്ത്, വലിയ പ്രളയത്തിൻ്റെ സമയത്ത് ആ കളർ ഓട്ടോമാറ്റിക്കലി റെഡ് ആവുന്നെന്നും പറയുന്നുണ്ട്. സോ നമുക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വേണ്ട. ഇവിടെ അഘോരികളും അതുപോലെ തന്നെ താന്ത്രിക ക്രിയകൾക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി കിട്ടുന്ന സ്ഥലം, അതായത് എനർജി സോഴ്സാണ് കാമാഖ്യ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാശിയിലെയും ഹിമാലയത്തിലെയും ഒക്കെ അഘോരികൾ ഇവിടെ വന്നിട്ടാണ് സാധനകൾ ചെയ്യാറുള്ളത്. അവരുടെ അഘോര മന്ത്രങ്ങളും സാധനങ്ങളും ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കാമാഖ്യ ടെമ്പിൾ, ദക്ഷിണേശ്വരം. അത് രാത്രി അർദ്ധരാത്രിയൊക്കെ വന്നിട്ടാണ് ഇവിടെ.